السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن سار على نهجه واستنى بسنته إلى يوم الدين. أما بعد. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, മനുഷ്യരായ നമ്മിൽ മണ്ണിന്റെയും വിണ്ണിന്റെയും അംശം ചേർന്നിട്ടുണ്ട്. വിണ്ണിനോടുള്ള നമ്മളുടെ വിമുഖതയും മണ്ണിനോട് നമുക്കുള്ള വല്ലാത്ത പ്രണയവും ഏറെ ശ്രദ്ധേയമാണ്. പ്രായത്തിന്റെ ജരാനരകൾ നമ്മളെ ബാധിക്കാൻ തുടങ്ങി. ശരീരം അനാരോഗ്യത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങുന്ന സന്ദർഭത്തിൽ പോലും ദുനിയാവിനോടും ഈ ദുനിയാവിലുള്ള വസ്തുവകകളോടുമുള്ള മനുഷ്യരുടെ ഇഷ്ടവും സ്നേഹവുമൊക്കെ ഏറെ പ്രസിദ്ധമാണ്. നമുക്കതിനെക്കുറിച്ചൊക്കെ കൃത്യമായ നിലയിൽ അറിയുന്നവരുമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകൻ വളർത്തിയെടുത്ത ലോകത്തിന് മാതൃകയായി തീർന്നിട്ടുള്ള ഉത്തമ സമുദായത്തിൽപ്പെട്ട ആ മഹാരഥന്മാരായ സ്വഹാബത്ത്, അവർക്ക് ഈ ലോകത്തോടുണ്ടായിരുന്ന കാഴ്ചപ്പാട് എങ്ങനെയായിരുന്നു എന്ന് നാം തിരിച്ചറിയണം. നുബൂവത്തിന്റെ വെള്ളി വെളിച്ചത്തിൽ ആ പ്രവാചകൻ വളർത്തിയെടുത്ത സമൂഹത്തിൽ നിന്ന് എത്രയോ കാതമകലെയാണ് നാം കഴിഞ്ഞുകൂടുന്നത് എന്ന് നമ്മൾക്ക് ആ ജീവിതങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് ഭൗതിക സുഖങ്ങളിൽ അഭിരമിച്ച ആധുനിക തലമുറയെയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത അവിശ്വസനീയമായ കാര്യങ്ങളാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരന്മാരിൽ നമ്മൾക്ക് ദർശിക്കാൻ കഴിയുക. അവർ ഈ ലോകത്തെ പരലോകത്തേക്കുള്ള ഒരു കൃഷിയിടമായി കണ്ടു. അതിനു വേണ്ടുന്ന താൽക്കാലിക ജീവിത ആവശ്യങ്ങൾ മാത്രം പൂർത്തീകരിക്കാനുള്ള ഒരു വേദിയായി മാത്രമാണ് ഇഹലോകത്തെ അവർ കണ്ടിട്ടുള്ളത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു സ്വഹാബിമാരിൽ ഏറെ പ്രസിദ്ധനാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹവാസത്തിൽ വളർന്നു വന്ന വളരെ മാതൃകായോഗ്യമായ വ്യക്തിത്വമുള്ള മഹാനായ സ്വഹാബിവര്യനാണ്. എത്രയെത്ര ഹദീസുകളാണ് ആ സ്വഹാബിയുടെ നാവിൻ തുമ്പിലൂടെ മുസ്ലിം ലോകത്തിന് സമ്മാനമായി കിട്ടിയിട്ടുള്ളത്. എത്രയെത്ര അറിവുകൾ, വിജ്ഞാനങ്ങൾ, മഹത്തായ വിജ്ഞാനങ്ങളാണ് ഇന്നും മുസ്ലിം ലോകം ആ നാവിലൂടെ കേട്ടത്, റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്, നാം വായിക്കുകയും പഠിക്കുകയും കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മഹത്തായ പ്രതിഫലങ്ങളുടെ ഉടമയായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം മരണാസന്നനായി കിടക്കുന്ന ഒരു സന്ദർഭം. ആ മരണസമയത്ത് അദ്ദേഹം വല്ലാതെ കരയാൻ തുടങ്ങി. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ചുറ്റിലുമുണ്ടായിരുന്ന ആളുകൾ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, മാ യുബക്കീക്, എന്തിനാണ് താങ്കൾ ഇത്രത്തോളം സങ്കടപ്പെടുന്നത്? അതിന്റെ കാര്യമെന്താണ്? കാരണം എല്ലാവർക്കും മരണം എന്നുള്ളത് നിർണിതമാണല്ലോ. ആർക്കും മരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക സാധ്യവുമല്ല. പിന്നെ എന്താണ് താങ്കളെ ഇത്രത്തോളം സങ്കടപ്പെടുത്തുന്ന, ആ കരയിക്കുന്ന കാര്യമെന്ന് ചോദിച്ചപ്പോ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് ഇങ്ങനെയാണ്: അമാ ഇന്നി ലാ അബ്കി അലാ ദുനിയാകും ഹാദിഹി വലാകിൻ അബ്കി അലാ ബുഅദി സഫരി വഖില്ലത്തി സാദി വഇന്നി അംസൈതു ഫീ സുഊദിൻ അലാ ജന്നത്തിൻ ഔ നാർ ലാ അദ്രി ഇലാ അയ്യതിഹിമാ യുഖദു ബി. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നിങ്ങളുടെ ഈ ദുനിയാവിനെ കുറിച്ച്, ഇവിടെയുള്ള സുഖങ്ങൾ മുറിഞ്ഞു പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടല്ല എനിക്ക് സങ്കടം വന്നത്. ഞാൻ കരയുന്നത് അതുകൊണ്ടല്ല, മറിച്ച് വളരെ ദൈർഘ്യമേറിയ ഒരു യാത്രയിലാണ് ഞാനുള്ളത്. അതെ, മരണത്തോടുകൂടി ആരംഭിക്കുന്ന അറ്റമില്ലാത്ത ആ ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ എന്റെ കൈകളിൽ അവിടെ രക്ഷപ്പെടാൻ കഴിയുന്ന യാത്രാപാഥേയമായി എന്ത് അമലുകളാണ്, എന്ത് പ്രവർത്തനങ്ങളാണ് ഉള്ളത്. അത് കുറഞ്ഞു പോയതിനെ കുറിച്ച് ഓർക്കുമ്പോൾ അത് ഓർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് പറയുകയാണ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ റസൂലിനൊപ്പം ജീവിക്കുകയും
അള്ളാഹുവിന്റെ റസൂലിനൊപ്പം വിശ്വാസ പ്രഖ്യാപനം നടത്തുകയും പിന്നീട് ആ മാർഗത്തിൽ ധാരാളം ത്യാഗങ്ങൾ അനുഭവിക്കുകയും ഇന്ന് മുസ്ലിം ലോകം അനുഭവിക്കുന്ന വിജ്ഞാനത്തിന്റെ ഒരു വലിയ ഭാഗം മുസ്ലിം ലോകത്തിന് സമ്മാനിക്കുകയും ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ പരലോകത്തെ പ്രതിഫലം എത്ര കണ്ട് വർദ്ധിതമായതായിരിക്കും. പക്ഷേ ആ മഹാനുഭാവൻ മരണശയ്യയിൽ കിടന്നുകൊണ്ട് പറയുന്നത്, എന്റെ അമലുകൾ കുറഞ്ഞുപോയോ എന്നോർത്തുകൊണ്ടാണ് എനിക്ക് കണ്ണീരടക്കാൻ കഴിയാത്തത് എന്നാണ്. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്കുള്ള ആ ഒരു വഴിയിലാണ് ഞാനുള്ളത്. അതിൽ ഏതിലേക്കാണ് എന്നെ കൊണ്ടുപോവുകയെന്ന് എനിക്കറിയില്ലല്ലോ. പിന്നെ ഞാൻ എങ്ങനെയാണ് സമാധാനപ്പെടുകയെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്. സഹാബികളിലെ പ്രസിദ്ധനായ മറ്റൊരു സഹാബി വര്യനാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിന് മരണാസന്നമായ സമയത്ത് മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ കാണാനും രോഗവിവരം അറിയുവാനും വേണ്ടി ചെല്ലുകയുണ്ടായി. അപ്പോഴും അദ്ദേഹം വല്ലാതെ കണ്ണുനീരിലാണ്. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അല്ലയോ അബൂ അബ്ദുള്ള, എന്തിനാണ് താങ്കൾ ഇങ്ങനെ കരയുന്നത്? അങ്ങയെപ്പറ്റി ഏറെ തൃപ്തിപ്പെട്ടുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായത്. നാളെ ഹൗദുൽ കൗസറിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് താങ്കൾ ചെല്ലും. താങ്കൾക്ക് കൂട്ടുകാരെ കണ്ടുമുട്ടാമല്ലോ. പിന്നെ എന്തിനാണ് കരയുന്നത്? ആ മനുഷ്യൻ പറഞ്ഞ മറുപടി ശ്രദ്ധേയമാണ്. മാ അബ്കി ജുസ്അൻ മിനൽ മൗത്ത് വലാ ഹിർസൻ അല ദുനിയ. മരണപ്പെടുന്നതിലുള്ള ക്ഷമകേടോ ദുനിയാവിനോടുള്ള ആസക്തിയോ കൊണ്ടല്ല ഞാൻ കരയുന്നത്, മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് പറഞ്ഞിരുന്നത്, ദുനിയാവിൽ നിന്ന് നിങ്ങളിൽ ഒരാളുടെ സമ്പാദ്യം ഒരു യാത്രക്കാരന്റെ പാഥേയം പോലെയായിരിക്കണം. എന്റെ അടുത്ത് ഈ കാണുന്ന സാധനങ്ങളെല്ലാം ഉണ്ട്. എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ചരിത്രത്തിൽ നമ്മൾക്ക് വായിക്കാൻ കഴിയും. വസ്ത്രങ്ങൾ അലക്കുന്ന ഒരു പാത്രം, ഒരു തളിക, ഒരു വെള്ളപ്പാത്രം, ഇവയായിരുന്നു അദ്ദേഹത്തിന്റെ ആകെ സമ്പാദ്യം. അത് ചൂണ്ടിക്കൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞ വസിയ്യത്തിനെ ആ മഹാനുഭാവൻ ഓർത്തുകൊണ്ട് കരയുന്നത്. അഥവാ ദുനിയാവ് കൊണ്ട് അല്ലാഹു തആല മതിയാക്കി കളയുകയും പരലോകത്ത് പിടികൂടുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകുമോ എന്ന് അവരെല്ലാവരും ഭയപ്പെട്ടിരുന്നു. സഹോദരങ്ങളെ, അനുഗ്രഹങ്ങളുടെ മേൽ ജീവിക്കുന്ന നമ്മൾക്ക് തീർച്ചയായും ഈ ഒരു ബോധവും തിരിച്ചറിവും ഉണ്ടാകണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.